ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. പ്രണയം അമൂല്യമാണ്. പ്രണയം ഒരു കടൽ പോലെ ഇങ്ങനെ ഒഴുകി പരന്ന് പന്തലിച്ച് കിടക്കുന്ന ഒന്നാണ് പ്രണയം. ഹൃദയത്തിൻ്റെ അഗാധമായ ഗർത്തത്തിൽ ഉരുത്തിരിയുന്ന ചില വാക്കിൻ്റെ ബിരുദനാൽ തീർക്കുന്ന സ്ഫടിക സൗധം പ്രണയം എന്നൊക്കെ ഇങ്ങനെ കവികളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥ പ്രണയം എത്ര എണ്ണമുണ്ട് സക്സസ് ആയിട്ടുള്ളത്? അവളെ അല്ലേ അവനെങ്കിൽ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന പ്രണയങ്ങൾ എത്രയുണ്ട്? നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ പലരും പ്രണയത്തിന് അഡിക്റ്റ് ആയിരിക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ പ്രായം പോലും ഇല്ലാതെയാക്കും. വെറും നമ്പർ മാത്രമാക്കി ചുരുക്കിക്കളയും. അത്രത്തോളം അമൂല്യമായ ഒന്നാണ് പ്രണയം. പ്രണയിക്കാത്തവരായിട്ട് ആരുണ്ട്? ഒരു വാക്കിൻ്റെ ബിരുദനാൽ തീർക്കുന്ന സ്ഫടിക സൗധം ആണ് പ്രണയം എന്ന് കവികൾ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? പ്രണയിക്കുന്നത് തെറ്റില്ല. പക്ഷേ ആ പ്രണയിക്കുന്ന നമ്മുടെ ഭാതിയെ കൂടെ കൂട്ടി ആത്മാർത്ഥമായി സ്നേഹിച്ച് ജീവിതം പൂർണ്ണതയിലെത്തുമ്പോഴാണ് പ്രണയത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ. അതുവരെ എത്തുന്നവർ ചുരുക്കമാണ്. ഇന്നൊരെണ്ണത്തെ പ്രണയിച്ച് നാളെ മറ്റൊന്നിനെ പ്രണയിച്ചു. പ്രണയം ഇപ്പോൾ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അത് പല പല മുഖങ്ങൾ വന്നു പോകും. അത് ശരിയല്ല. ഒരാളെ പ്രണയിക്കുക, ആളെ വിവാഹത്തിൽ ജീവിതസഖിയായി കൂട്ടുക, അവരോടൊത്ത് സന്തോഷമായി ജീവിച്ച് ഹാപ്പിയായി ഈ ജീവിതം ധന്യമായി ഒരു സുപ്രഭാതത്തിൽ ഇവിടം വിട്ടു പോകേണ്ട മനുഷ്യരാണ് നമ്മളെല്ലാവരും. ഒന്ന് ചിന്തിച്ച് നോക്കി. ഇപ്പോഴത്തെ പ്രണയം ഒന്നും വിശ്വസിക്കാൻ പറ്റുകയില്ല. ഇന്നൊരാൾ ബൈക്കിൻ്റെ പുറകിൽ ഒരാളുണ്ടെങ്കിൽ നാളെ വേറൊരാൾ, നാളത്തെ കഴിഞ്ഞ് വേറൊരാൾ. ശരിയല്ലേ? വീട്ടിൽ പോലും പറയാതെ വീട്ടുകാരൊക്കെ കാശ് മുടക്കി പഠിക്കാൻ വിടുന്ന മക്കൾ ഈ എറണാകുളം, ബാംഗ്ലൂർ പോലെയുള്ള വലിയ വലിയ സിറ്റികളിലൊക്കെ അവിടെയൊക്കെ ജീവിതം പൊലിഞ്ഞു പോയ കഥകളുമുണ്ട് പറയാൻ. ഒരു ട്രിപ്പിനെന്ന് പറഞ്ഞ് അവർ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഓവർ സ്പീഡും ഒക്കെ കൂടി എവിടെയെങ്കിലുമൊക്കെ ഓരോ വാഹനത്തിൽ തട്ടുകയും മറിയുകയും ജീവൻ പോലും പോകുന്ന കേസുകൾ നമുക്ക് ഒരുപാട് കേൾക്കാം ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ സുരക്ഷിതരാക്കുക, അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പ്രണയം മാത്രമല്ല ജീവിതം. നമ്മുടെ ജീവിതത്തെ പ്രണയിക്കുമ്പോഴാണ് പ്രണയം പൂർണ്ണമാകുന്നത്. ശരിയല്ലേ? അപ്പം എല്ലാവരും ചിന്തിക്കുക, കമൻറ്റുകളൊക്കെ ഇടുക, പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ബൈ.